ഡോക്ടർ, ആ ഇതെങ്ങോട്ടാ പതിവില്ലാതെ? ഒന്ന് വീട് വരെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്ര പെട്ടെന്ന്? കുറച്ചു ദിവസമായില്ലേ നാട്ടിൽ നിന്ന് വന്നിട്ട്. അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണുമെന്ന് തോന്നി. ഈ പ്രായമായിട്ടും ഹോം സിക്നസ് വിട്ടുമാറിയിട്ടില്ല അല്ലേ? ഒരു സ്ഥലം മാറ്റത്തിനുള്ള ശ്രമമാണെന്ന് കേട്ടു. ആര് പറഞ്ഞു? ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകരുത്. ഉണ്ണിയുടെ കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കുന്നവരെങ്കിൽ ഇതെന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. അക്കരയ്ക്കുള്ള ബോട്ട് പുറപ്പെടാറായി കാണും. ഞാൻ വരട്ടെ. ഡോക്ടർ, ഒരു ഗുഡ് ന്യൂസ്. അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹത്തിൽ പൊതിഞ്ഞ ശാസനയോടെ തടയാൻ നാട്ടിലൊരു പെൺകുട്ടി അമ്മ കണ്ടുവച്ചിട്ടുണ്ട്. ഞായറാഴ്ച പെണ്ണാണെന്ന് കാണാൻ നമ്മുടെ കത്തുണ്ടായിരുന്നു. അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം എനിക്കൊന്നുമില്ല. അമ്മയാണ് എൻ്റെ എല്ലാം. പിന്നെ വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ കാൻഡിഡേറ്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അമ്മ ഡിഗ്രേഡ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുകയില്ല. സമരവും ഭരണവും ഒത്തുകൊണ്ടുപോകുന്ന പോലെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ മാറ്റം കുറയാതെ തന്നെ പുതിയ ലൈഫ് പാർട്ണറെ 22 ക്യാരറ്റ് ആയിട്ട് തന്നെയാണ് സ്നേഹിക്കും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അമ്മ അയച്ചു തന്നിട്ടുണ്ട്. എന്താ കാണണമെന്ന് പറയാത്തത്? തരൂ. ശ്രീദേവിക്ക് വീട്ടിൽ നിന്നുള്ള കത്ത് കിട്ടിയില്ലല്ലേ? ഇന്നത്തെ മെയിലുണ്ടോ? ഞായറാഴ്ചയല്ലേ പെണ്ണ് കാണും. നമുക്കൊരുമിച്ച് ശനിയാഴ്ച പോയാൽ പോരെ? മതി. അങ്ങനെ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുക. പക്ഷെ ശ്രീദേവി, ഒരിക്കലും തുറക്കാത്തൊരു പുസ്തകം അവിടെ അങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഉണ്ണിയുടെ മരണം. ഇനിയെങ്കിലും എന്നോട് തുറന്നു പറയാം. ഉണ്ണിയെ കൊന്നത് ആര്, എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ? ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ശ്രീദേവിയുടെ ജീവന് ഉത്തരവാദപ്പെട്ട ഒരാൾ കൂടി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ അടുത്തൊന്നും ഒളിക്കരുത്, മറയ്ക്കുകയും ചെയ്യരുത്. അന്ന് സത്യത്തിൽ എന്താണ് നടന്നത്? ഞാൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അന്ന് രാത്രി ഉണ്ണിക്ക് അസുഖം അല്പം കൂടുതലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞാൻ എന്റെ റൂമിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പെങ്ങൾ പൂർണ്ണമായും നിന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നീ അവളെ ഇട്ടിട്ട് ഓടിപ്പോയാൽ, ഇതെല്ലാം ഓർത്ത് ഭയന്ന് കഴിയുകയായിരുന്നു ഞാൻ. രോഗിയായ നീ 6 മാസമോ കൂടി വന്നാൽ 1 വർഷമോ ജീവിച്ചിരിക്കുമായിരിക്കും. പക്ഷേ അതുവരെ ക്ഷമിക്കാനുള്ള ശക്തി എനിക്കില്ല. നീ ഇത് പുറത്തു പറയില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോന്നു. പറഞ്ഞാൽ നിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഞാൻ റിപ്പോർട്ടിൽ എഴുതിയതുപോലെ തന്നെ ഹൃദയം തകർന്നാണ് ഉണ്ണി മരിച്ചത്. പക്ഷേ
മരണത്തിന് മുമ്പ് തന്നെ ഉണ്ണിക്ക് കിട്ടേണ്ട പ്രാണവായു മുരളി തടസ്സപ്പെടുത്തിയിരുന്നു. അപ്പോൾ മുരളിയാണ് ഉണ്ണിയെ കൊന്നത് അല്ലേ? അതെ. എന്താടാ മുരളി എവിടെ? എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. മുരളി എവിടെ? എടാ, അന്യജാതിപ്പെട്ട ഒരുത്തനും ഇന്നേ വരെ എന്റെ ഈ തറവാട്ടി കാലെടുത്ത് കുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ജാതി മതവുമില്ല. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. ഞാൻ ഹരി, ഞാൻ ബെന്നി, ഞാൻ അബ്ദു. ജാതിയുടെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിച്ചും അവരെ ചൂഷണം ചെയ്തും ജീവിച്ച തന്നെ പോലുള്ളവർ ഈ നാടിന്റെ ശാപമാണ്. ജന്മിത്തത്തിൽ നിന്ന് അടുത്ത തലമുറക്കെങ്കിലും മോചനം ലഭിക്കാൻ നിന്നെ പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അന്യജാതിക്കാരെന്ന പേരിൽ ഞങ്ങളുടെ പൂർവികരുടെ എത്രയെത്ര തലകൾ കൊയ്ത് താൻ ഈ കായലിൽ എറിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരായി ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലാത്ത ഞങ്ങൾക്ക് എതിർക്കാൻ ശക്തിയില്ലെന്ന് താൻ കരുതിയോ? ഞങ്ങൾ ഇന്നൊന്നാണ്. ഞങ്ങളുടെ പുറകിൽ ഇനിയും ഉണ്ടായിരങ്ങൾ. നിങ്ങൾ ഇവിടെ ചെതറി വീഴ്ച ഓരോ ചോരത്തുള്ളികളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആയിരങ്ങൾ. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ ശബ്ദിക്കാൻ നിന്റെ ഒന്നും നാ ഉയരില്ലടാ. ഇവിടെ പഠിക്കലേ, ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ അതിന്റെ പ്രയോജനം ആർക്കാണെന്ന് അറിയാമോ? ശത്രുവിന്. അരുത്, വേണ്ട. ഇല്ല, ഈ അധ്യായത്തിന്റെ അന്ത്യം ഇത് തന്നെയാണ്. എന്നെ വിട്ടേക്ക്. മുരളി രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പോ അബ്ദു, അപ്പൊ നീ എന്നെ പടത്തു കാത്തോളൂടാ. പോ, അവൻ രക്ഷപ്പെടരുത്. പോ. പോടാ. പോ.
മുറപ്പണ്ണിന്റെ അവിഹിത ഗർഭത്തിന് ആളിനെ ഉണ്ടാക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലടാ ചേട്ടേ? അല്ലടാ, 1000 അവിഹിതങ്ങൾക്ക് കാരണക്കാരനായ നിന്റെ അച്ഛൻ പണിക്കരെ ഞങ്ങൾ കൊന്നു. ഒരു പിന്തുടർച്ച പോലെ അത് ആവർത്തിക്കാതിരിക്കാൻ നിന്റെ തലകൂടി കൊയ്യാനാടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സാമ്രാജ്യത്തിലെ അടിമകളായ നീയൊന്നും തലയുയർത്താൻ പാടില്ല. ഞങ്ങളുടെ അടിസ്ഥാനം ഇളക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരുത്തനും ഇന്ന് ഈ മണ്ണിലില്ല. പാരമ്പര്യം തുടരട്ടെ. 2 ശവങ്ങൾ കൂടി ഒരു അപകട മരണമാക്കി ഞാനത് മാറ്റിക്കോളാം. എന്നെ പോലെയോ എന്റെ ഉദരത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലെയോ ഈ നാട്ടിൽ ഇനി അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടാവരുത്. ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയുന്നവർക്കും ഒരു പാഠമായിരിക്കട്ടെ.